ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്യുകയാണ് സിംഗപ്പൂരിലെ ബാക്കി വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്ത് എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. കാരണം വെച്ചാൽ വേറെ വീഡിയോസ് അപ്കമിങ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഓൾഡ് ഞാൻ അവിടെ പെൻഡിങ്ങിൽ വെച്ചു. എന്തായാലും സിംഗപ്പൂരിൽ പോയ കുറച്ച് വീഡിയോസ് ഞാൻ ഷോർട്ട്സ് ആക്കിയിടാം കേട്ടോ. ആക്ച്വലി ഇത് നീളമുള്ളൊരു വീഡിയോ ആണ്, ഞാൻ ഷോർട്ട് ആക്കിയതാണ്. ഞാനും എങ്കിലും താണ്ട് റെഡി ആയിട്ട് ഇറങ്ങുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഞങ്ങൾ ബാങ്ക് വരെ പോവാണ്. അമ്മയുള്ളത് കൊണ്ടാട്ടോ നമുക്ക് അവിടെ പോകാനും കാണാനും ഒക്കെ പറ്റിയത്. എത്ര നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഓൾറെഡി ഒരു പാസ്പോർട്ട് എടുത്തു, പക്ഷേ അതിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ പാസ്പോർട്ട് വെറുതെ ഇരുന്ന് നശിച്ചു. ഇത്രയും നാളും പാസ്പോർട്ട് ഉണ്ടായിട്ട് ഫസ്റ്റ് പാസ്പോർട്ട് തീർന്നിട്ട് സെക്കൻഡ് പാസ്പോർട്ടിലാട്ടോ ഒരു ഫസ്റ്റ് സീൽ ചെയ്യാൻ പറ്റിയത്. സത്യം പറയുകയാണെങ്കിൽ പോകാൻ ഒരുപാട് ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഓരോ കാരണങ്ങൾ കാരണം എസ്കേപ്പ് ആവുമായിരുന്നു. ഇത്തവണ അമ്മ ഭയങ്കര പിടിയാലേ എന്നെ കൊണ്ടുപോയതാ, അങ്ങനെ പോയതാ. അപ്പം ഞാനും അങ്കിളും കൂടി ഇതാണ്ട് അവിടുത്തെ ബാങ്കിലേക്ക് പോവുകയാണ്. എവിടെ പോയാലും അങ്കിൾ എന്നെ കൊണ്ടുപോയി. അങ്കിൾ എനിക്ക് കമ്പനി തന്നു കേട്ടോ. ഇപ്പം നമുക്ക് ആരെങ്കിലും ഉള്ളതൊരു നല്ല രസമാണല്ലോ എവിടെയെങ്കിലും പോകാൻ. അവിടുത്തെ ബാങ്കൊക്കെ കണ്ടോ നിങ്ങൾ? എന്ത് നീറ്റ് ആൻഡ് ക്ലിയർ ആണ്. അവിടുത്തെ കസ്റ്റമർ ഉള്ളിൽ കയറണമെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് വെച്ചാൽ മാത്രമേ ഡോർ ഓപ്പൺ ആവുള്ളൂ. ആ ഒരു സിസ്റ്റമാറ്റിക് വരെ ഉണ്ട് കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഒരു കസ്റ്റമർ വരുമ്പം അവരോട് അത്രയ്ക്ക് ഇപ്പോൾ അക്കൗണ്ട് എടുക്കാൻ വരുന്നതാണെങ്കിലും പൈസ എടുക്കാൻ വരുന്നതാണെങ്കിലും അവരത്ര റെസ്പെക്റ്റോടെ കൂടിയാണ് ആ കസ്റ്റമേഴ്സിനോട് അവർ ഡീൽ ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമ്മളുള്ളത് കൊണ്ടാണ് അവരവിടെ നിലനിന്ന് പോകുന്നതെന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് അവർക്കുള്ളത്. പിന്നെ ഞാനും അങ്കിളും കൂടി അവിടെ നിന്ന് കുറച്ച് പൈസ എടുക്കണമായിരുന്നു അങ്കിളിൻ്റെ സിസ്റ്ററിൻ്റെ മോളുടെ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതെടുത്തിട്ട് ഞങ്ങൾ നേരെ ഈസ്റ്റ് കോസ്റ്റ് ബീച്ചിലാണ് വന്നത്. ഈസ്റ്റ് കോസ്റ്റ് CDയും സോങ്ങും ഒന്നുമല്ല, ഒരു ബീച്ചുണ്ട് അവിടെ. നമുക്ക് അത്യാവശ്യം പ്രൈവസി ഉള്ളൊരു ബീച്ചാണ്. നമുക്കതിൻ്റെ സൈഡിലൊക്കെ ഇപ്പം നമ്മൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സൈഡിൽ നമുക്ക് ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ ചെയ്യാൻ പറ്റും, ഗ്രില്ലൊക്കെ ചെയ്യാൻ പറ്റും, ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിരുന്ന് കഴിക്കാനൊക്കെ പറ്റും. അങ്ങനെ കുറച്ച് എന്താ പറയുക, നമുക്ക് നമ്മുടേതായ ഒരു പ്രൈവസിയിൽ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ച് സൈഡായിരുന്നു അത്, ഈസ്റ്റ് കോസ്റ്റ്. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പം ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിശന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ബർഗറാണ് പറഞ്ഞത്, അങ്കിളും ബർഗറാണ് പറഞ്ഞത്. അങ്കിള് ചിക്കനും ഞാൻ സാൽമണുമാണ് പറഞ്ഞത്. പക്ഷേ വന്നപ്പോൾ അവർ കുറേ ഡിമാൻഡ്, അവർ എക്സ്ട്രാ സ്പൂണോ അല്ലെങ്കിൽ ഫോർക്ക് അതൊക്കെ തരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കെച്ചപ്പ്, മയോണൈസ് അങ്ങനത്തെ കുറേ എക്സ്ട്രാ ആയിട്ടുള്ള സാധനങ്ങൾ ഒന്നും അവർ നമുക്ക് തന്നില്ല, പ്രൊവൈഡ് ചെയ്തില്ല. അതിനൊക്കെ എക്സ്ട്രാ പൈസയാണ്. വാഷ് ചെയ്യാൻ പോലും അവിടെ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല, ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അങ്കിള് ലാസ്റ്റ് അവരായിട്ട് കുറച്ചൊന്ന് ദേഷ്യമൊക്കെ പെട്ടു കേട്ടോ ഗൈസ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും കൂളായി. അങ്ങനെ അങ്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതെല്ലാം വാച്ച് ചെയ്യും, നീ നടന്ന് ഇതെല്ലാം കണ്ടിട്ട് വന്നാൽ മതി. അപ്പോൾ അങ്കിളിന് ഒരുപാട് നടക്കാൻ പറ്റില്ല, കാല് വേദനയൊക്കെ ഉള്ള കാരണം, മുട്ടിന് കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട്. അങ്ങനെ ഞാൻ അങ്കിളിനെ ഒരിടത്ത് സേഫായിട്ട് ഇരുത്തിയിട്ട് ഞാൻ ഇതെല്ലാം കണ്ടു. ഇതാ കണ്ടില്ലേ, ബീച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ആ കാണുന്നതെല്ലാം ഷിപ്പുകളാണ് കേട്ടോ. ഇതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ഇങ്ങോട്ട് പറഞ്ഞു തരാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് തോന്നിയ ഐഡിയയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ പറയണം. പിന്നെ ഞാൻ ഫോൺ അവിടെ ഒരു തൂണിലിങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി അതെല്ലാം കണ്ടിട്ട് ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ അടുത്ത ഷോർട്സ് ഞാൻ സിംഗപ്പൂർ പോയതിൻ്റെ ഒക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അതൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടാറ്റാ ബൈ.